അതെ, ഇന്നാലിന്ന ഒരു ആവശ്യമുണ്ട്, ആ ആവശ്യം നിറവേറിക്കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ആയത്തുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഹദീദിന്റെ 3-ാമത്തെ ആയത്ത്. അതേതാണ്? വലിയ ഒരു ചെറിയ ഒരു ആയത്താണ്. ഏതാണ് ആയത്ത്? ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഇതാണ് ആയത്ത്. അള്ളാഹുവിന്റെ സിഫത്തുകൾ പറയുന്നു. ഹുവൽ അവ്വൽ, അള്ളാഹു ആരാണ്? അവൻ ആദ്യം ഉള്ളവനാണ്. ഹുവൽ ആഖിർ, ഹുവൽ ലാഹിർ, ഹുവൽ ബാത്തിൻ. അല്ലെ, അള്ളാഹു ആണ് ആദ്യമുണ്ടായതും അവസാനമുണ്ടാകുന്നതും. അതുപോലെ തന്നെ എല്ലാ വസ്തുവിലും നമ്മൾ എവിടെയും അള്ളാഹിനെ കാണാൻ പറ്റും. അള്ളാഹ്ക്കൊരു അവസാനമില്ല, അള്ളാഹ്ക്കൊരു തുടക്കവുമില്ല. അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിവുള്ളവനാണ്. ഏകദേശം ഇങ്ങനെ അർത്ഥം വരുന്ന ഈ ഒരു ആയത്ത് എല്ലാ ദിവസവും നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു 3 വട്ടം വീതം ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ എന്താണ്? ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഒന്നുകൂടി, ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഈ സൂറത്തുൽ ഹദീദിന്റെ 3-ാമത്തെ ഈ ആയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ ഫർളായ നമസ്കാരങ്ങൾക്ക് ശേഷം 3 വട്ടം വീതം ഓതിയിട്ട് അവൻ ദുആ എന്നാൽ അവന്റെ ആവശ്യങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്.